ഹേ എവ്രി വൺ. അപ്പോൾ കലൈഡോസ്കോപ്പിലെ റിവോൾവിംഗ് ഡേയ്സ് എന്ന് പറയുന്ന ഡേവിഡിൻ്റെ ഒരു കവിതയെ കുറിച്ചിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ അദ്ദേഹം ബോൺ ചെയ്തിരിക്കുന്നത് 1934 ഒരു ഫേമസ് ഓസ്ട്രേലിയൻ നോവലിസ്റ്റും പോയറ്റും ഒരു ഷോർട്ട് സ്റ്റോറി റൈറ്ററും ഒക്കെ തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ ലിറിക്സ് എന്ന് പറയുന്നത് ഒരുപാട് കാര്യങ്ങൾ കൺവേ ചെയ്യുന്ന ഒന്നാണ്. അതുപോലെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഓസ്ട്രേലിയൻ ലാൻഡ്സ്കേപ്പിനെ കുറിച്ചിട്ടൊക്കെ തന്നെ ഒരുപാട് വർക്ക്സ് അദ്ദേഹം ചെയ്തിട്ടുണ്ട്. സോ അദ്ദേഹത്തിൻ്റെ ഒരു പോയറ്റിക് വോയിസ് ഓഫ് ഈ ഡേവിഡിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ റിവോൾവിംഗ് ഡേയ്സ് എന്ന് പറയുന്നത് റിഫ്ലക്റ്റ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റിഗ്രറ്റ്ഫുൾ ലോങ്ങിങ് ഓൺ എ റൊമാൻറ്റിക് അഫെയർ ഫ്രം യൂത്ത് എന്നതിനെ കുറിച്ചിട്ടാണ്. അതായത് ഒരു എൻഡായിട്ടുള്ള ഒരു റൊമാൻറ്റിക് അഫെയറിനെ കുറിച്ചിട്ടും അത് എങ്ങനെയാണ് അദ്ദേഹത്തിനെ എഫക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു അതിനെക്കുറിച്ചിട്ടൊക്കെ തന്നെയാണ് ഈ റിവോൾവിംഗ് ഡേയ്സിന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു ഓർമ്മയുടെ പവറിനെ കുറിച്ചിട്ടാണ് അദ്ദേഹം ഇതിൽ പറയുന്നത്. അതായത് നമ്മുടെ പാസ്റ്റും പ്രസൻറ്റും തമ്മിലുള്ള ആ ഒരു ഡിഫറൻസ് ഉണ്ടല്ലോ, ആ ഒരു വിടവിനെ ഫില്ല് ചെയ്യുന്ന ഒന്നാണ് ഓർമ്മകൾ എന്ന് പറയുന്നത്. അപ്പോൾ മുൻകാലത്തെക്കുറിച്ചിട്ടും അദ്ദേഹത്തിൻ്റെ മുൻകാല പ്രണയത്തെക്കുറിച്ചിട്ടും ഒക്കെ തന്നെയാണ് ഇവിടെ സ്പീക്കർ ഓർമ്മിക്കുന്നത്. അദ്ദേഹം ഇട്ടിട്ടുണ്ടായിരുന്ന ഓരോ ഷർട്ടുകൾ എന്ന് പറയുന്നത് ഓരോ നിറങ്ങളായിരുന്നു. അപ്പോൾ ആ ഓരോ നിറങ്ങൾക്കും അവർക്ക് അവരുടേതായിട്ടുള്ള ഓരോ ഓർമ്മയുടെ നിമിഷങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അത്തരത്തിൽ ഓരോ ഓർമ്മകളും മനസ്സിൽ അത്രയും ആഴത്തിൽ പതിഞ്ഞിരിക്കുന്നതിനെ കുറിച്ചിട്ട് അദ്ദേഹം ഇതിൽ പറയുന്നുണ്ട്. കുറഞ്ഞ വാക്കുകളെ കൊണ്ട് കൂടുതലായിട്ടുള്ള രീതിയിൽ അർത്ഥങ്ങൾ ഉണ്ടാക്കിയെടുക്കുക, അല്ലെങ്കിൽ ശക്തമായിട്ടുള്ള ഓർമ്മകൾ കുറഞ്ഞ വാക്കുകളിൽ പറയുക എന്നുള്ളത് ഡേവിഡിൻ്റെ ഏറ്റവും വലിയൊരു കഴിവായിട്ടാണ് പറയുന്നത്. സോ ഈ ഒരു കവിതയിൽ നമ്മൾ പറഞ്ഞ പോലെ പ്രസൻറ്റും പാസ്റ്റും ഒക്കെ തമ്മിലുള്ള ഈ ഒരു ട്രാൻസ്ഫോർമേഷനെ കുറിച്ചിട്ടാണ് പറയുന്നത്. കാലം എങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നു, പക്ഷെ നമ്മുടെ അനുഭവങ്ങൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മൾ അനുഭവിച്ച അല്ലെങ്കിൽ നമ്മൾ ആ എക്സ്പീരിയൻസ് ചെയ്ത കാര്യങ്ങൾ എന്ന് പറയുന്നത് ഒരിക്കലും അതൊന്നും മായ്ച്ചു കളയില്ല കാലങ്ങൾ ഉണ്ടാവും തോറും. സോ അദ്ദേഹം കണ്ണാടിയിലൂടെ നോക്കുകയാണ്. ആ കണ്ണാടിയിലൂടെ റിഫ്ലക്റ്റ് ചെയ്യുന്ന അദ്ദേഹം സ്വയം പരിശോധനയ്ക്ക് വിധേയമാക്കുകയാണെന്ന് പറയാം. അതായത് തൻ്റെ മുൻകാല വികാരങ്ങളെക്കുറിച്ചിട്ടും സ്വഭാവത്തെക്കുറിച്ചിട്ടൊക്കെ തന്നെ അദ്ദേഹം ഇതിലൂടെ പറഞ്ഞു പോകുന്നുണ്ട്. കാലം എത്ര കടന്നു പോയിട്ടും ആ പഴയ ആ ഹൃദയത്തിലെ ഒരു ഇഴയിലൊന്നും പറ്റുന്നില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇനി എത്ര സമയം കടന്നു പോയാലും ഈ ഇത്തരത്തിലുള്ള ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, എൻ്റെ വികാരങ്ങൾ എന്ന് പറയുന്നത് എപ്പോഴും നിലനിന്ന് പോവും എന്നാണ് അദ്ദേഹം ഇതിൽ പറയുന്നത്. സോ അദ്ദേഹം നൈസ് പിക്ചേഴ്സ് എന്നുള്ള രീതിയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ കളർഫുൾ ഷർട്ട്സുകൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ലവറിനെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഈ ഒരു പോയം മൂവ് ചെയ്യുന്നത് പാസ്റ്റ് ആൻഡ് പ്രസൻറ്റിന് ബിറ്റ്വീനിലാണ്. ഇമ്മോർട്ടലൈസ് ദ പാസ്റ്റ് എന്നുള്ളതാണ് ഈ ഒരു പോയത്തിൻ്റെ മെയിൻ തീം എന്ന് പറയുന്നത്. സോ അദ്ദേഹം ഇവിടെ ഫെൽ ഇൻ ലവ് ചെയ്ത ശേഷം അതൊരു മിസ്റ്റേക്കായിട്ട് അദ്ദേഹം പറയുന്നുണ്ട്. ബട്ട് ഈസ് ലാസ്റ്റഡ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതങ്ങനെ നിലനിന്ന് പോയതിനെക്കുറിച്ച് പറയുന്നുണ്ട്. പ്രണയം എന്ന് പറയുന്നത് എത്രത്തോളം സങ്കീർണമാണ് എന്നും അത് എത്രത്തോളം അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ കിടക്കുന്നു എന്നതിനെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. സ്നേഹം എന്ന് പറയുന്നത് ഒരു വികാരം മാത്രമായിട്ടല്ല പറയുന്നത്, അപ്പോഴും നിലനിന്നുണ്ടായിരുന്ന ഒരു തെറ്റെന്നുള്ള രീതിയിൽ അദ്ദേഹം പറയുന്നത്. പക്ഷേ ആ ഒരു കൈപ്പേറിയ സ്വഭാവത്തെ അദ്ദേഹം ഇങ്ങനെയൊക്കെയാണ് ചിത്രീകരിക്കുന്നുണ്ടെങ്കിലും ആ ഓരോ നിമിഷം എന്ന് പറയുന്നത്, അതായത് അദ്ദേഹത്തിൻ്റെ പ്രണയിനിയും ഉണ്ടായിരുന്ന ഓരോ നിമിഷം എന്ന് പറയുന്നത് നമ്മുടെ സന്തോഷവും വേദനയും ഒക്കെ തന്നെ ഒരേ സമയം കൊണ്ടുവരാനുള്ള ഒരുമാതിരിപ്പെട്ട ഒരു ഓർമ്മകളുടെ ഒരു കൂട്ടമാണെന്ന് പറയാം. അപ്പോൾ തൻ്റെ വസ്ത്രങ്ങളിലൂടെയൊക്കെ തന്നെ കാമുകനായിട്ട് വീണ്ടും അദ്ദേഹം ഉണ്ടാവാനുള്ള സ്പീക്കറിൻ്റെ ശ്രമങ്ങളെക്കുറിച്ചിട്ടും ഈ ഒരു കവിതയിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. കണ്ണാടി നോക്കിക്കൊണ്ട് അദ്ദേഹം നിൽക്കുന്നുണ്ട്, ഷർട്ട്സുകൾ മാറ്റുന്നുണ്ട്. സോ അത്തരത്തിൽ അപ്പോൾ ഇപ്പോൾ മിൻറ്റ് ഗ്രീൻ അല്ലെങ്കിൽ പിങ്ക് എന്നൊക്കെ പറയുന്നത് ഓരോ കളറും എന്ന് പറയുന്നത് അവരുടെ ജീവിതത്തിലുണ്ടായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് സൂചിപ്പിക്കുന്നതാണ്. അപ്പോൾ ലാസ്റ്റ് വാക്യങ്ങളിലേക്ക് വരുമ്പോൾ എപ്പോഴും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ യാഥാർത്ഥ്യത്തെക്കുറിച്ച് ആലോചിച്ചിട്ടാണ്. അപ്പോൾ അദ്ദേഹം നിലവിലുള്ളൊരു ജീവിതം തടസ്സപ്പെടുത്തില്ല എന്ന് ഉറപ്പാക്കിക്കൊണ്ട് അദ്ദേഹം മുൻ കാമുകിക്ക് ഒരു കത്തൊക്കെ എഴുതുന്നുണ്ട്. അപ്പോൾ പാസ്റ്റിലുണ്ടായിരുന്ന ഒരുപാട് കാര്യങ്ങളെക്കുറിച്ചിട്ടും പക്ഷെ മറുപടി ഒന്നും പ്രതീക്ഷിക്കുന്നില്ല അദ്ദേഹം ഒരിക്കലും. പക്ഷേ സ്നേഹവും ആ നഷ്ടമൊക്കെ തന്നെ അദ്ദേഹത്തിൻ്റെ അതിനെക്കുറിച്ചുള്ള ധാരണകളൊക്കെ തന്നെ കൃത്യമായിട്ട് ഉണ്ട്. അപ്പോൾ ഈ റിവോൾവിംഗ് ഡേയ്സ് എന്ന് പറയുന്നത് ലവിനെ കുറിച്ചും മെമ്മറിയെക്കുറിച്ചിട്ടും ഓരോ സീസണിൻ്റെ അല്ലെങ്കിൽ ആ കാലത്തിൻ്റെ കടന്നു പോകലിനെ കുറിച്ചിട്ടൊക്കെ തന്നെ വളരെ ഡീപ്പായിട്ട് പറയുന്നത് ഒന്നാണ്. ഒരു ഇമേജ് റിലേറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ സ്നേഹം റിലേറ്റ് ചെയ്തിട്ടൊക്കെ തന്നെയാണ് ഇവിടെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. ഇതിൽ സ്പീക്കർ സീംസ് ടു റിമെമ്പർ എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഓൾഡ് ലവറിനെയാണ് അദ്ദേഹത്തിന് കാണേണ്ടത്. ഹി ആൻഡ് ഹിസ് ലവ് യൂസ് ടു സ്പെൻഡ് ടൈം ടുഗെദർ. അപ്പോൾ ഓരോരുത്തരും അങ്ങോട്ടും ഇങ്ങോട്ടും അവരുടെ ടൈം ടുഗെദർ ആയിട്ട് ഒരുമാതിരി എല്ലായ്പ്പോഴും അവർ ഒരുമിച്ചുണ്ടായിരുന്നു. അവരുടെ എറ്റേണൽ ഓഫ് ലവ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന്
ഹി വാണ്ട്സ് ടു സീം ടു റിമെമ്പർ എന്ന് പറയുന്നത് തന്നെ ആ ഓൾഡ് ലവറാണ്. അതുപോലെ തന്നെ ഷർട്ട്സിന് അവരുടെ റിലേഷൻഷിപ്പിലുള്ള പ്രാധാന്യം എന്ന് പറയുന്നത് ഏർലി ഇൻ ദി റിലേഷൻഷിപ്പ് അദ്ദേഹം ഒരുപാട് ഷർട്ട്സ് ബൈ ചെയ്യുമായിരുന്നു ഡിഫറെൻറ്റ് കളേഴ്സിൽ. എന്തിനു വേണ്ടിയിട്ട്? അദ്ദേഹത്തിൻ്റെ ലവറെ ഇമ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ഹി ഹാസ് ഡിസ്ക്രൈബ്ഡ് ദീസ് ഷർട്ട്സ് ആൻഡ് ഒരു പിങ്ക് കളറുണ്ട്, അതുപോലെ തന്നെ മിൻറ്റ് ഗ്രീൻ ഉണ്ട്. ഇതൊക്കെ തന്നെ പലതരത്തിലുള്ള, അപ്പോൾ ഡാർക്കർ ആയിട്ടുള്ള സ്ട്രിപ്സ് ഉള്ളതുണ്ട്. അപ്പോൾ ഓരോന്നും ഓരോ തരത്തിലുള്ളത്. അപ്പോൾ മിൻറ്റ് ഗ്രീൻ ആണെന്നുണ്ടെങ്കിൽ അവരുടെ ബിഗിനിങ് ഓഫ് ലവിനെ കുറിച്ചിട്ടാണെന്നുണ്ടെങ്കിൽ പിങ്ക് എന്ന് പറയുന്ന അവരുടെ ഗ്രോത്ത് ഓഫ് ലവിനെ കുറിച്ചിട്ടാണ്. അങ്ങനെ ഓരോന്നിനെയും സിംബലൈസ് ചെയ്തിട്ടാണ് അതിൽ പറയുന്നത്. പോയിട്ട് അഡ്രസ്സ് ചെയ്യുന്നത് ഇവിടുത്തെ ഫോർമർ ഓഫ് ലവറിനെ കുറിച്ചിട്ടാണ്, അവരുടെ മ്യൂച്വൽ പ്രോമിസ്, ഇറ്റേണൽ ലവ്, അത് അങ്ങനെ ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് ഇതിൽ പറയുന്നുണ്ട്. പിന്നെ അവളിപ്പോൾ എവിടെയാണെന്ന് അറിയില്ല, അവൾ മാരീഡ് ആണോ, സെറ്റിൽഡ് ആണോ, പുതിയ ലൈഫിൽ അവൾ ഓക്കെ ആണോ, ഇതിനെക്കുറിച്ചിട്ടൊന്നും അദ്ദേഹത്തിന് അറിയില്ല. പക്ഷേ അവളെ വിട്ട് മറക്കാൻ വേണ്ടി കഴിയുന്നില്ല എന്നതിലൂടെ പറയുന്നുണ്ട്. അപ്പോൾ ഓവറോളായിട്ട് ഇത്രയും കാര്യങ്ങളാണ്, അതായത് നഷ്ടപ്പെട്ട പ്രണയത്തെക്കുറിച്ചിട്ടാണ് ഓവറോളായിട്ട് ഈ ഒരു പോയത്തിൽ ഡിസ്കസ് ചെയ്യുന്നത്.